ടു കൊണ്ടാട്ട വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് രണ്ട് ചേരുവ വെച്ചിട്ട് നമ്മൾ നല്ലൊരു കിടിലം പൊടി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു പൊടി ഒരു നുള്ള മതി. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ എത്ര കരി പിടിച്ച നിലവിളക്കും നമ്മൾ വെള്ളാന്നാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാ അതിന് വേണ്ടി നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ആദ്യം തന്നെ ഒരു ഇഷ്ടികയുടെ കഷ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഇഷ്ടികനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ, ചുടുകെട്ടാന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഇഷ്ടികേനതാ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്കിതിനൊന്ന് കഷ്ണങ്ങളാക്കി ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പൊടിയാക്കാനായിട്ട് ഇപ്പോൾ അതിനിപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കാനായിട്ട് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ മുളക് പൊടി ആക്കാനായിട്ട് നമ്മൾ പൊടിച്ചേർന്നൊരു സാധനമാണ് അല്ലേ ഇഷ്ടിക. അപ്പോൾ ഇതാ അതിന് നമ്മൾ പൊടിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം കുഞ്ഞു തരികളുണ്ട്. നമുക്കിതൊന്നും പാടില്ല. നമ്മളപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അരിപ്പയിലിട്ടിട്ട് നൈസായിട്ടുള്ളൊരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചിടാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, നമ്മുടെ കവറുകൾ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് ഞാൻ ഈ നമ്മുടെ ഇഷ്ടികയുടെ പൊടിനെ നമ്മൾ അരിച്ചിടുന്നത്. അപ്പോൾ അതെന്താണെന്ന് വിചാരിക്കേണ്ട, കടലാസിലിട്ടാൽ പോരെ, വേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ എടുത്ത് നമുക്ക് ചെറിയൊരു പണിയുണ്ട്, അതിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇതൊക്കെ ഒന്ന് അരിച്ച് നല്ല സെറ്റാക്കി നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പൊടിയാണ് കേട്ടോ, ഒരു കാൽ കഷ്ണം, ഒരു ഇഷ്ടികയുടെ കാൽ ഭാഗത്തിൻ്റെ ഒരു പൊടിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് എന്തോരം ആക്കി വെക്കാൻ പറ്റുമോ, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ, ചീത്തയൊന്നും ആവില്ലല്ലോ, അത്രയും നമുക്കാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ദേ ഇഷ്ടികപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇരുമ്പുളിയാണ് അടുത്ത താരം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വരാറായി നിൽക്കുന്ന അങ്ങനത്തെ ഇല്ലേ, അത് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ കഷ്ണങ്ങളാക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ കഷ്ണങ്ങളാക്കുമ്പോൾ പെട്ടെന്നൊന്നും അരഞ്ഞു കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു തരി വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട, കാരണം ഇതിനകത്ത് നല്ലപോലെ വെള്ളമുള്ളൊരു സാധനമാണല്ലോ ഇരുമ്പുളി. അപ്പോൾ ആവശ്യത്തിലേറെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചങ്ങോട്ട് എടുക്കാം. ഇനി എന്നിട്ട് നമുക്കൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസില്ലേ, എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് മാത്രം മതി, നീര് മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ അതിങ്ങനെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ പണി. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടിയിനെയും ഈ നമ്മുടെ ഇരുമ്പുളിയുടെ നീരുമില്ലേ, ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യണം, നല്ലപോലെ കുഴച്ചങ്ങ് എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുമിച്ച് കൊണ്ടങ്ങോട്ട് ഒഴിച്ചിട്ട് ആകെ കുളമാക്കരുത്, കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നമ്മുടെ ഈ ഇഷ്ടികപ്പൊടീനെ നനച്ചെടുക്കാം. അപ്പോൾ ഇതെന്തോരാണ് അതിൻ്റെ ഒരു ഇങ്ങനെ നല്ല കുഴഞ്ഞു കിട്ടുന്നൊരു പാകം വേണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ കണ്ടോ, അത്യാവശ്യം നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഞാനൊരു 5-10 ഇരുമ്പുളി എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല വലുതായതുകൊണ്ട് നല്ല കറക്റ്റ് നീരായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, നല്ല ആ ഒരു പാകം കണ്ടോ. എന്നിട്ട് നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ പരത്തില്ലേ, നമ്മൾ ഇലയിൽ വെച്ചിട്ട്, അതേപോലെ ഇതിനെ നല്ല നൈസായിട്ട് ഈ കവറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പരത്തി എടുക്കാം. അപ്പോൾ വിചാരിക്കേണ്ടത് എന്തിനിങ്ങനെ പരത്തിയെടുക്കുന്നതെന്നും, ചെറിയൊരു പണിയുണ്ട്. വളരെ നൈസായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് നല്ല വെയിലത്ത് വെച്ചിട്ട് ഇതിനൊന്ന് ഉണക്കിയെടുക്കണം. ഒരു 10-20 മിനിറ്റ്, മാക്സിമം ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ വെയിലത്ത് വെച്ചാൽ ഉണക്കി കഴിഞ്ഞത് അതിങ്ങനെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ വരണ്ട പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിണ്ട് കിറിയെടുക്കുന്ന പോലെ കിടക്കണില്ലേ, അതേമാതിരി കണ്ട നല്ലപോലെ ഉണങ്ങി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കട്ടകളൊന്നുമില്ല കേട്ടോ. അത് കാണുന്നത് ആ ഒരു ഇങ്ങനെ ഒരു വിള്ളൽ പോലെ കാണുന്നതെന്നുള്ളൂ, കട്ടയൊന്നുമില്ല, നല്ല നൈസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു എന്താ പറയുക, വെള്ളമൊന്നുമില്ലാത്ത ഒരു നല്ലൊരു ബോട്ടിലെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതായത് നമുക്ക് ഡെയിലി ഇപ്പോൾ വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ലേശം ഇട്ട് കൊടുത്തൊന്ന് കഴുകിയെടുത്താലുണ്ടല്ലോ നമ്മുടെ നിലവിളക്കൊക്കെ നല്ല സൂപ്പറാവും. അപ്പോൾ ഇത് എളുപ്പമാണല്ലോ. ഇപ്പോൾ എന്തായാലും ഇരുമ്പുളിയുടെ സീസണാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അങ്ങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. ആവശ്യത്തിനെടുത്ത് നമുക്ക് സുഗമമായിട്ട് നമുക്ക് നമ്മുടെ നിലവിളക്കും വെള്ളിയുടെ പാത്രങ്ങളും എല്ലാം നമുക്ക് നല്ല ക്ലീനാക്കി നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇനി ഇത് പൊടി മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നമുക്കൊരു നിലവിളക്ക് ക്ലീൻ ചെയ്തും കൂടി കാണിച്ചു തന്നാലല്ലേ നിങ്ങൾക്ക് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാവുള്ളൂ. അപ്പോൾ നമുക്കിതാ ഒരു നിലവിളക്കിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ വേറെ
ജസ്റ്റ് അതിൻ്റെ എണ്ണ മാത്രം, എണ്ണ എന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൻ്റെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു കടലാസോ വെച്ചിട്ട് എണ്ണ മാത്രം ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ ഇരിക്കുന്ന ഒരു നിലവിളക്ക്, ഇതിനെ നമ്മൾ ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ വേറൊരു ഡബ്ബ എടുക്കുക, അതിലേക്ക് നമുക്ക് ലേശം പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു ടീസ്പൂണോ ഒരു ഒക്കെ മതിയാവും കേട്ടോ. 1-1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ നല്ലപോലെ കലക്കിയെടുത്തിട്ട് നമുക്കത് ആ നിലവിളക്കുമൊന്ന് തേച്ച് പിടിപ്പിച്ച് അങ്ങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം നേരം വെക്കുക കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കത് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. വേറെ നമ്മൾ ഇതിനകത്തൊരു ലിക്വിഡോ, അതായത് സോപ്പോ ഡിഷ് വാഷിൻ്റെ അങ്ങനെ ബേക്കിംഗ് സോഡ, വിനാഗിരി ഇതൊന്നും ചേർക്കുന്നില്ല. പക്ഷേ വേറെ സോപ്പിനൊന്നും ആവശ്യമില്ല. കാരണം ആ ഒരു എണ്ണയൊക്കെ പോയി നല്ല ക്ലീൻ ആവും. ഞാൻ അതേ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ കൈകൊണ്ട് തന്നെ ആക്കുമ്പോൾ തന്നെ സുഖമായിട്ട് പോവും. അപ്പോൾ ഇതിനൊന്ന് തേച്ചങ്ങ് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് പോലും വെക്കേണ്ട, ഒരു 2-3 സെക്കൻഡ് മാത്രം വെച്ചിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇതിലുള്ള സ്ക്രബ്ബറോ അല്ലാന്നുണ്ടെങ്കിൽ ചകിരി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ചകിരി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അങ്ങോട്ട് തേച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തേച്ചങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ കണ്ട ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ബലവും കാര്യങ്ങളൊന്നും പിടിക്കണ്ട കേട്ടോ. ചുമ്മാ അതിനൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിനൊന്ന് തേച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് തന്നെ ലൈവായിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു കളറും, അതായത് ആ കരിഞ്ഞു പിടിച്ചതും ഇതൊക്കെ ഒരു മറ്റേ ക്ലാവും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ നിലവിളക്കിന് കിട്ടാൻ പോണേ കേട്ടോ. അപ്പോൾ അതേ അടിഭാഗത്തൊക്കെ ഒന്ന് അങ്ങോട്ട് കണ്ട വലിയ ബലമൊന്നും പിടിക്കണ്ട, നമ്മൾ ചുമ്മാ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ തേച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലൈവായിട്ട് വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതേ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കണ്ട നല്ല അതിൻ്റെ നാരായത്തുമേയും ഒക്കെ നല്ല പോലെ ഇതുകളുണ്ടായിരുന്നു അല്ലേ, കരി പിടിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു, ക്ലാവ് പിടിച്ചതും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെച്ചില്ല കേട്ടോ, വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം തന്നെ കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ കുറച്ച് വെള്ളത്തിലും കൂടി കഴുകി ഒരു തുണി വെച്ചിട്ട് അങ്ങ് തുടച്ച് അങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ നമ്മുടെ നിലവിളക്കൊക്കെ. അപ്പോൾ എളുപ്പമാണല്ലോ. ഇപ്പം എന്തായാലും ഇരുമ്പമ്പുളിയുടെ സീസണാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരുമ്പുളി ഇല്ലയെന്ന് വിചാരിക്കും, തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അവിടെ ചെല്ലാം, ഒരു 10 എണ്ണം പറിച്ചിട്ട് വരാം, ഒരു കുഞ്ഞ് കഷ്ണം ഇഷ്ടം എടുക്കുക, പൊടിക്കുക, ഉണക്കുക, വെക്കുക, സൂപ്പറല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല കിടലിനും നല്ല ടിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി എന്തെങ്കിലും ടിപ്പുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാമല്ലേ. ബൈ.